നമ്മളെ ഗെയിമിലോട്ട് അപ്ഡേറ്റിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നമ്മളെ ജിമ്മിൻ്റെ പ്രോക്സ് നമ്മുടെ ഗെയിമിലോട്ട് വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ജിമ്മിൻ്റെ പ്രോക്സ് എപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് വരുമെന്ന് ഇതിൻ്റെ ചിറ്റ് കോഡ് എത്രയാണെന്നും ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാതിരിക്കുക. പിന്നെ നമുക്ക് കുറേ കൂട്ടർ ചോദിച്ചൊരു കാര്യം, ഈ ആനിമൽസിനെ നമുക്ക് ഒരിക്കൽ കൂടെ ഒന്ന് എടുത്ത് കാണിച്ചു തരുമെന്ന്. അതൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാതിരിക്കുക. പിന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഇനിയും കുറച്ചധികം വെഹിക്കിൾസ് വരാൻ കിടപ്പുണ്ട്. ഇപ്പം നമ്മൾ നിലവിൽ നമ്മളെ ഗെയിമിലുള്ള വെഹിക്കിൾസ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ നമ്മൾ പുതിയൊരു അപ്ഡേറ്റ് വന്ന് നമ്മളെ ഈ ഒരു ഡിഫൻഡർ കാറാണ്. ഓക്കെ, ഡിഫൻഡർ കാറിൻ്റെ ചിറ്റ് കോഡ് എല്ലാ കൂടെ അറിയുന്ന ചിറ്റ് കോഡ് തന്നെ 0002. ഓക്കെ, അടുത്ത് നമ്മൾ ജീവാഗൻ്റെ ചിറ്റ് കോഡ് 66 ആണ് നമ്മൾ ജീവാഗൻ്റെ ചിറ്റ് കോഡ്. ഇനി നിങ്ങൾ അങ്ങോട്ട് ചിറ്റ് കോഡ്സ് ഒക്കെ കാണാം. ഓക്കെ, ഇപ്പം നമ്മളെ ഗെയിമിൽ നിലവിൽ നമ്മുടെ ഗെയിമിലുള്ള ചീറ്റ് കോഡ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നത്. ആ നിലവിൽ ഇപ്പോൾ നമ്മുടെ ഗെയിമിലുള്ള ബൈക്സ് അല്ലെങ്കിൽ കാറാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഒരു കാറും ടാങ്കറും അങ്ങനത്തെ വെഹിക്കിൾസ് ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ എടുത്ത് കാണിച്ചു തരുന്നത്. ഇപ്പോൾ നമ്മുടെ ഗെയിമിൽ നിലവിലുള്ള വെഹിക്കിൾസ് മാത്രമേ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരുന്നുള്ളൂ. ഇത് കൂടാണ്ട് ഗൈസ് നമ്മളെ ഗെയിമിലോട്ട് പുതിയ കുറച്ചധികം കിടിലം വെഹിക്കിൾസ് വരാനായിട്ട് പോവാണ്. പുതിയതായിട്ട് കുറച്ച് കൂടുതൽ വെഹിക്കിൾസ്, ഇഷ്ടംപോലെ വണ്ടികൾ നമ്മുടെ ഗെയിമിലോട്ട് വരാനായിട്ട് പോവാണ്. ഒരു കാർ ഒരു 30 ലക്ഷം 20 മാക്സിമം 20 സംതിങ് കാർ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് ആഡ് ചെയ്യാനായിട്ട് പോവുകയാണെന്നാണ് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പഴയ കാർസ് ഒന്നും റിമൂവ് ചെയ്തിട്ടായിരിക്കത്തില്ല നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു പുതിയ കാർസ് ആഡ് ചെയ്യണം. പഴയ കാർസ് ഒന്നും റിമൂവ് ചെയ്ത പുതിയ ചിറ്റ് കോഡ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഇനി ഒരു 20ഓളം കാർസ് നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആംബുലൻസ് എന്ന് പറയുന്ന ആംബുലൻസ് ഇല്ല, നിങ്ങൾക്ക് ആശുപത്രിയിലേക്കാണ് ആംബുലൻസ്. ആ ഒരു ആംബുലൻസ് നമ്മുടെ ഈ ഒരു അടുത്ത വരുന്ന അപ്ഡേറ്റിൽ കൊണ്ടുവരും നമ്മുടെ ഡെവലപ്പർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ആംബുലൻസ് ഒക്കെ ജസ്റ്റ് ഓട്ടിച്ച് കളിക്കണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ ഒരു ഗെയിം തന്നെയാണ് നമ്മൾ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് GTA. അപ്പോൾ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് GTA എന്ന് പറഞ്ഞാൽ ആ ഒരു ഗെയിമിൽ നമ്മുടെ ഈ ഒരു ഈ ഒരു ആംബുലൻസിൻ്റെ ചീറ്റ് കോഡ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പകുതി ഇടയ്ക്ക് വെച്ച് ഞാൻ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അതിൻ്റെ ചീറ്റ് കോഡൊക്കെ എത്രയാണ്. ഫസ്റ്റ് ഇതിൻ്റെ ചീറ്റ് കോഡ് മൊത്തത്തിലൊന്ന് കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലുള്ള കാർസൊക്കെയാണ് കേസ് ഇപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഇനി നമ്മൾ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് GTA കാർസ് ഞാൻ കാണിച്ചു തരാം. ഇനിയും കുറച്ചധികം കാർസ് നമ്മുടെ ഈ ഒരു ഇതിലെടുക്കാറുണ്ട് നമ്മൾ ഇന്ത്യൻ ബൈക്ക് 3Dയിലൊക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയും കാർസാണ് നിലവിൽ നമ്മളെ ഗെയിമിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് GTA വെഹിക്കിൾസിൻ്റെ ചിറ്റ് കോഡ് ഇപ്പോൾ കാണിച്ചില്ല. ഫസ്റ്റ് തന്നെയാണ് ആംബുലൻസിൻ്റെ ചിറ്റ് കോഡ് 4601 ആംബുലൻസിൻ്റെ ചിറ്റ് കോഡ്. അടുത്തത് ഗൈസ് വേറെ കുറച്ച് പുതിയ വെഹിക്കിൾസ് അങ്ങനത്തെ കുറച്ചധികം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ 5500 അടിച്ച വലിയ ബിഗ് പ്ലെയിൻ നമ്മളെ ഗെയിമിൽ വരുമെന്ന് പറഞ്ഞു, ഓട്ടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് കൺഫേം ആയിട്ടില്ല. ഇതിൽ പക്ഷേ ഓട്ടിക്കാനായിട്ട് പറ്റും. അത് ഞാൻ 5501 അടിച്ച് കഴിഞ്ഞാൽ ചെറിയ പ്ലെയിൻ, ഇത് നമ്മളെ ഗെയിമിലുണ്ട്, ഇന്ത്യൻ ബൈക്ക് 3Dയിലുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ചെറിയ പ്ലെയിൻ. അത് കഴിഞ്ഞ് ഗൈസ് 5502 അടിച്ച് കഴിഞ്ഞാൽ ജെറ്റ് കിട്ടും ഗൈസ്. നമ്മളെ മിലിറ്ററിക്കാരന്മാരാ ഇന്ത്യൻ ആർമി ജെറ്റ് കിട്ടും നമുക്ക്. അത് കഴിഞ്ഞ് 5503 അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ 5503 സോറി ഗൈസ് 6501 അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ തന്നെ ഒരു എയർക്രാഫ്റ്റർ നമുക്ക് കിട്ടും. അതും വേറെ ലെവലായിട്ടുള്ള ഒരു എയർക്രാഫ്റ്റർ തന്നെയാണ്. അടുത്ത 6500 അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അടിപൊളി ഒരു മോഡിഫൈഡ് ഹെലികോപ്റ്റർ നമുക്ക് കിട്ടും. ബുള്ളറ്റ് പ്രൂഫ് ഹെലികോപ്റ്ററാണത്. അത്യാവശ്യം അതിന് ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ സെറ്റ് ആയിരിക്കും. ഓക്കെ, അത് വേറെ ലെവലുള്ള ഹെലികോപ്റ്ററാണ്. അത് കഴിഞ്ഞ് ഗൈസ് നമ്മളെ ഗെയിമിൽ അടുത്തത് 6201 ആണ്. 6201 നമ്മൾ എയർ ബാഗും കാണാൻ കിട്ടി, എയർ ബലൂണും കാണാൻ നമുക്ക് കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് 6204 നമ്മുടെ ഈ ഒരു എയർഷിപ്പ് കാണാൻ നമുക്ക് കിട്ടി. എയർഷിപ്പാണ് ഇത്, നിങ്ങൾക്ക് എല്ലാ കൂട്ടർക്കും അറിയേണ്ട സാധനമാണ് എയർഷിപ്പ്. അത് നമുക്ക് ഈ ഒരു ഗെയിമിൽ തന്നെ കിട്ടി. ഇതിൽ കുറേ അധികം ചീറ്റ് കോഡ്സ് ഉണ്ട്. പിന്നെ 2200 അടിച്ച് നമ്മുടെ ട്രാക്ടർ നമുക്ക് കിട്ടും. ട്രാക്ടർ അത് കഴിഞ്ഞിട്ടുള്ള 2201 അടിച്ച് കഴിഞ്ഞാൽ നമ്മളാ വേറൊരു മോഡൽ ട്രാക്ടർ, ഇത് പുതിയൊരു വന്നൊരു ട്രാക്ടറാണ്, വേറെ മോഡൽ ട്രാക്ടർ. അത് കഴിഞ്ഞ് 6200 അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ എയർ ഫ്ലൈയിങ് ബൈക്ക് കിട്ടും. ഫ്ലൈയിങ് ബൈക്ക് അങ്ങനത്തെ കുറേ വെഹിക്കിൾസ് ഈ ഒരു ഗെയിമിലുണ്ട്. അത് കഴിഞ്ഞ് 4509 അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ടൈഗർ നമുക്ക് കിട്ടും. ഇത് റൈഡ് നമുക്ക് ഓട്ടിക്കാൻ പറ്റിയ ടൈഗറാണിത്.
അത് 4506 അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഒട്ടകത്തിനെ കിട്ടും. ഒട്ടകമൊക്കെ നമ്മളെ ഗെയിമിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന് ഇതുവരെയ്ക്കും വന്നിട്ടില്ല. പിന്നെ അടുത്ത അനിമലല്ലേ നീ തീന്ന് കഴിച്ചു. അപ്പം ഇത്രയും ചിറ്റ് കോഡ്സ് ഞാൻ നിർത്തുകയാണ്. നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുന്ന നമ്മൾ ഇന്ത്യൻ ബൈക്ക് 3Dയിലുള്ള നിലവിൽ ഞാൻ എടുത്തിട്ടുള്ള വെഹിക്കിൾസാണ്. ഇത് കൂടാതെ ഇനിയും കുറച്ച് വെഹിക്കിൾസ് വരുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ കുറച്ചധികം വെഹിക്കിൾസ് ഇനിയും വരുന്നുണ്ട്. ഓക്കെ, അപ്പം പിന്നെ ഇനി നമ്മുടെ ഗെയിമിൽ നമുക്ക് നോക്കാനുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ജിമ്മിൻ്റെ പ്രോക്സ് നമ്മുടെ ഗെയിമിലോട്ട് വരുന്നത്. അപ്പം അതിന് മുന്നേറ്റ് കേസ് ഇതാണെങ്കിൽ നമ്മൾ പുതിയതായിട്ട് നമ്മുടെ ഗെയിമിൽ വന്ന ലയണിൻ്റെ ചീറ്റ് കോഡ് 12 ചീറ്റ് കോഡ്. ഇത് പ്ലഗിങ് ആപ്പിൽ നിന്നാണ് എടുക്കുന്നത്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇതാണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോണ ജിമ്മിൻ്റെ പ്രോക്സ്. അപ്പോൾ ഒരു ജിമ്മിൻ്റെ പ്രോക്സ് എങ്ങനെ എടുക്കാം? അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നിലവിൽ നമ്മുടെ ഈ ഒരു ജിമ്മിൻ്റെ പ്രോക്സ് നമ്മളെ ഗെയിമിലോട്ട് വന്നിട്ടില്ല. ഇപ്പം നിലവിൽ നമ്മളെ ഗെയിമിലോട്ടുള്ള പ്രോക്സ് നമ്മളെ ഈ ഒരു ഫർണിച്ചർ പ്രോക്സ് ആണ്. ഫർണിച്ചർ പ്രോക്സിൽ F1 ആണ് നമ്മളെ കട്ടിലിൻ്റെ പ്രോക്സ് വന്നിട്ട് ബെഡ്. F1 ആണ് ബെഡിൻ്റെ പ്രോക്സ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ F2 കണക്ക് അടിച്ച് കഴിഞ്ഞാൽ F2 അടിച്ച് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ഒരു സോഫ കിട്ടും. സിംഗിൾ സോഫ നമുക്ക് കിട്ടും. സിംഗിളായിട്ടുള്ളൊരു സോഫ, ചെറിയ സോഫ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് നിങ്ങൾ അടുത്ത ചിറ്റ് കോഡ് ഞാൻ പറഞ്ഞുതരാം. പെട്ടെന്ന് ചിറ്റ് കോഡ്സ് തീക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത ചിറ്റ് കോഡ് F3 അടിച്ച് കഴിഞ്ഞാൽ ഡബിൾ സോഫയാണ്. 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഡബിൾ സോഫയാണ്. നേരത്തെ കണ്ട സിംഗിൾ സോഫയാണ്, അടുത്ത ഡബിൾ സോഫ. അടുത്ത് നമ്മൾ മോഡ് ഓണെന്ന് കണക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ മോഡ് ഇതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാനൊക്കെ പറ്റും. ഓക്കെ, അടുത്ത നമ്മുടെ ചിറ്റ് കോഡ് നമ്മുടെ F4 അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സോഫ വിത്ത് ടേബിൾ നമുക്ക് കിട്ടും. ഈ ഒരു സോഫ വിത്ത് ടേബിൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും ഇത് ഡീറ്റെയിലായിട്ട് കാണിക്കാൻ എന്തായാലും ഒരു സോഫയും പച്ച കളർ സോഫയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ടേബിളുള്ള ഒരു ഐറ്റമാണിത്. അത് കഴിഞ്ഞ് നമ്മൾ F5 അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡ്രോയർ പോലത്തെ ഒരു ഐറ്റം കിട്ടും. ഓക്കെ, അപ്പോൾ അതും ചെറിയൊരു ടേബിളാണ്. അതിന് F6 അടിച്ച് കഴിഞ്ഞാൽ Fൻ്റെ 6 അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു ഡ്രോയറൊക്കെ ഉള്ള ഡ്രോയറൊന്നും തുറക്കത്തില്ല, ഡമ്മിയാണ്. അങ്ങനത്തെ ഡ്രോയറുള്ളൊരു മേശയും കണക്ക് കിട്ടും. അതിന് F7 അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ട്രാഷ് ക്യാൻ കിട്ടും, നമ്മളെ ഡസ്റ്റ് ബിന്നും കണക്ക് നമുക്ക് കിട്ടും. അതിന് F8 അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെഡ് കളർ ടേബിൾ ലാമ്പ് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് F9 അടിച്ച് കഴിഞ്ഞാൽ ബ്ലൂ കളർ ടേബിൾ ലാമ്പാണ് വരുന്നത്. ഞാൻ കാണിച്ചു തരാം. F9 അടിച്ച് കഴിഞ്ഞാൽ ബ്ലൂ കളർ ടേബിൾ ലാമ്പാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് കഴിച്ച് നമ്മൾ ഈ ഒരു ബ്ലൂ കളർ ടേബിൾ ലാമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു F10 അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു നമ്മളെ ചെറിയ സോഫയൊക്കെ ചുറ്റിട്ട് കോഫിയൊക്കെ വയ്ക്കാൻ പറ്റിയ ചെറിയ ടേബിൾ നമുക്ക് കിട്ടും. അടുത്ത ദിവസം നമ്മൾ F11 അടിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റായിട്ട് പറഞ്ഞാൽ അതിൻ്റെ TV ആണ്. F11 അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ലാസ്റ്റായിട്ട് നമ്മളെ ഗെയിമിൽ വരുന്ന TV ആണ്. F11 ലാസ്റ്റായിട്ട് വരുന്ന TV ആണ്. ഞാൻ എന്തായാലും ഒരു ആ ഒരു ടേബിളിൻ്റെ പുറത്ത് ജസ്റ്റ് എടുത്ത് വെച്ച് കാണിച്ചു തരാം നമ്മളെ TV. ഓക്കെ, വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട്. നമ്മൾ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് അകത്തോട്ട്. നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളെ ടേബിളിൻ്റെ പുറത്തേക്ക് നമ്മൾ TV. അപ്പോൾ ഇതാണെങ്കിൽ നമ്മളെ ഗെയിമിലോട്ട് വരാൻ വേണ്ട ജിമ്മിൻ്റെ ഐറ്റംസും അതിൻ്റെ പ്രോക്സ് ആണെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ജിമ്മ് പ്രോക്സ് ആണ് ഇനി നമ്മുടെ ഗെയിമിലോട്ട് വരാനായിട്ട് പോണത്. ഇപ്പോൾ എന്തായാലും നിലവിൽ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ജിം പ്രോക്സ് വന്നിട്ടില്ല. ജിം പ്രോക്സ് വരുമെന്നാണ് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞത്. അപ്പോൾ ജിം പ്രോക്സിൻ്റെ ചീറ്റ് കോഡ് വന്നിട്ട് G1 ആയിരിക്കണം. അങ്ങോട്ടുള്ള ചീറ്റ് കോഡ്സ് ഇനി G1, G2, G3, G4, G5, G6, G7, G8, G9, G10, G11, G12 അങ്ങനത്തെ ചീറ്റ് കോഡ് G വെച്ചിട്ടായിരിക്കും ഇനി നമ്മുടെ ഈ ഒരു ജിം പ്രോക്സിൻ്റെ ചീറ്റ് കോഡ് വന്നിട്ട് G ആണ്. ജിം എന്ന് പറഞ്ഞാൽ G ആണ് അക്ഷരം തുടക്കം വേണ്ടത്. അത് ഇനി നമ്മളെ G വെച്ചിട്ടുള്ള ഇതായിരിക്കും പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് ഇനി നമ്മളെ ഗെയിമിലോട്ട് വരാൻ പോണ ജിമ്മിൻ്റെ പ്രോക്സുകൾ. ഇതെന്തായാലും ഒറിജിനൽ ജിം പ്രോക്സ് ആണ്. എന്തായാലും ഞാൻ കള്ളത്തരം പറയാനല്ല കേസ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫർണിച്ചർ പ്രോക്സ് വരെ അതുപോലെ വന്നിട്ടുണ്ട്. ഇനിയൊരു ജിമ്മിൻ്റെ ഈ ഒരു അടിപൊളി പ്രോക്സും വരും. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നമ്മളെ ഈ ഒരു ജിമ്മിൻ്റെ പ്രോക്സ് വരുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെ ഈ ഒരു ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. ഇനിയൊക്കെ നമ്മളെ ഗെയിമിൽ കുറേ കൂടി ഡൗട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു അനിമൽസിനെ ഒന്നുകൂടി എടുക്കണം പറഞ്ഞിരുന്നു. അപ്പം ഇപ്പം നമ്മളെ മോൺസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ നമ്മളെ ജിറാഫ്, പുതിയതായിട്ട് നമ്മൾ വന്ന ജിറാഫ്, റൈനോ, പുതിയതായിട്ട് ഒരു ടൈഗർ വന്നിട്ട്. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ എന്തായാലും ഒരു ഇൻഫിനിറ്റി മോഡ് ഓൺ ചെയ്യുന്ന മുന്നേ ജസ്റ്റ് ഒരു ടൈഗറിനെ വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഇത്രയും അനിമൽസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള ഒരു അനിമലിനെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഇഷ്ടമുള്ള അനിമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇവിടെ സ്നേക്ക് മോൺസ്റ്ററാണ് ക്ലിക്ക് ചെയ്തത്. ഒരു 5-6 പ്രാവശ്യം നമ്മുടെ ഈ ഒരു സ്നേക്ക് മോൺസ്റ്ററിനെ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഗെയിം ഈ ഒരു പ്ലഗിങ് ആപ്പിൽ നിന്ന് ബാക്ക് അടിച്ചിട്ട് നേരെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് 3D ഗെയിമിനകത്ത് കയറാം. ഇന്ത്യൻ ബൈക്ക് 3D ഗെയിമിൽ കയറിയിട്ട് ഗെയിം ഒന്ന് പ്ലേ കൊടുക്കാം. ഇപ്പോൾ ഗെയിം പ്ലേ കൊടുത്തതിന് ശേഷം ഗെയിം ലോഡിംഗ് ആയിട്ട് വരുന്നവർ വെയിറ്റ് ചെയ്യുക. ഗെയിം ലോഡിംഗ് ആയിട്ട് വന്നതിന് ശേഷം നിങ്ങൾ നേരെ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാം. ഓക്കെ,
ഈ ഒരു ഗൈസ് അപ്പം ഈ ഒരു വീട്ടിൽ ജസ്റ്റ് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് നിങ്ങളെ മൊബൈൽ ഡേറ്റ ഒന്ന് ഓൺ ചെയ്യുക. മൊബൈൽ ഡേറ്റ അല്ലെങ്കിൽ വൈഫൈ. ഞാൻ ഇപ്പോൾ മൊബൈൽ ഡേറ്റ ഓൺ ചെയ്ത് ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടുത്തെ പേസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാവൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുത്തെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ പേസ് എന്ന് പറയുന്ന ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ പ്ലീസ് വെയിറ്റ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഫയൽ ലോഡിങ് എഴുതി കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഫയൽ ലോഡിങ് എഴുതി കാണിച്ചിട്ട് ഉണ്ട് കേസ്. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഫയൽ ലോഡിങ് എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പം ഇത് കാണിച്ച ഉടനെ തന്നെ നിങ്ങൾ ജസ്റ്റ് നെറ്റ് ഒന്ന് ഓഫ് ചെയ്യും. നേരെ നമ്മൾ ആ ഡയൽ പാഡ് എടുത്താൽ നമ്മൾ ഈ ഒരു ഫോണിനകത്തുള്ള നമ്പർ ഡയൽ പാഡ് എടുത്തിട്ട് നമ്മൾ നേരെ നമ്മൾ 4 കളൊക്കെ ഡയൽ ചെയ്ത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സ്നേക്ക് മോൺസ്റ്റർ നമുക്ക് കിട്ടും. ഇതുപോലെ ഈ ഞാൻ ഇപ്പം നിങ്ങളെ കാണിച്ച അതേ മെത്തേഡിൽ കൂടെ തന്നെ നിങ്ങൾക്കും നമ്മളെ പ്ലഗിങ് ആപ്പിലുള്ള എല്ലാ ആനിമൽസിനെയും കൊണ്ടുവരാൻ പറ്റും. അപ്പം 12 അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് നമ്മൾ ഗെയിമിലോട്ട് വന്ന ലയണെ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് 13 കളൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ജിറാഫിനെയാണ് കേസ് നമുക്ക് കിട്ടുന്നത്. 13 ജിറാഫിൻ്റെ ചിക്കൂടെ കേസ്. 14 കളൊക്കെ അടിച്ച് നമ്മൾ റൈനോ കളൊക്കെ നമുക്ക് കിട്ടും. അടിപൊളി ഒരു റൈനോ കളൊക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് കേസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഈ ഒരു എല്ലാ ആനിമൽസിനെയും എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലത്തെ സൂപ്പർ വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.